പ്രീതേ, ഈ റഷ്യക്ക് ജയിച്ചേ പറ്റൂ. പുടിൻ എന്ത് ചെയ്യും? പുടിൻ ഒന്നും ചെയ്യൂല, അടിച്ച് നിലംപരിശാക്കി കൊടുക്കും. അല്ലാതെ പുടിൻ എന്ത് ചെയ്യും? പിന്നെന്താണ്? അവർ ഇത്രയും നാളായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അവർക്ക് ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഏതൊരു നാടായാലും ഇപ്പോൾ നമ്മൾ ഈ 4 ദിവസം കൊണ്ട് നമുക്ക് എത്ര കോടിയാണ് പോയിട്ടുണ്ടാവുക. അത് ഓരോ മെഷീനും ഉപയോഗിക്കുക, ഓരോ ആയുധവും ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും അത് ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാം കോസ്റ്റ് ഉണ്ട്. അപ്പം അത് നഷ്ടത്തിലേക്ക് വരും. അതാണ് യുദ്ധം ആരും ആഗ്രഹിക്കാത്തത്. കാരണം സാമ്പത്തിക അസ്ഥിരത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും നട്ടെല്ല് തകർന്നു പോകും. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റു വ്യവസ്ഥകളൊക്കെ തകരും. അപ്പോൾ പിന്നെ ഇവർ പണ്ടേ വാങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയാവുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും പുറത്ത് ഇറക്കിയിട്ടില്ല. അത് ഇപ്പൊ പുടിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുടിൻ ചെറിയൊരു രാജ്യം, അവരിൽ നിന്ന് തന്നെ വേർപെട്ടിട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ് യുക്രൈൻ. അപ്പോൾ ഈ രാജ്യത്തിന് പുടിന് എന്നെ അടിച്ച് കൂട്ടിക്കേറ എന്ന് പറഞ്ഞു കേറ്റാമായിരുന്നു. അല്ല, ഈ സോവിയറ്റ് യൂണിയൻ രാഷ്ട്രങ്ങളെ ഇപ്പൊ വിഭജിച്ചു പോയ രാഷ്ട്രങ്ങൾ റഷ്യ തന്നെയാണെന്നാണ് ഏറ്റവും വലിയ രാഷ്ട്രം, അല്ലേ? അതാണെന്നാണ് എൻ്റെ ഒരു വിവരം. അപ്പൊ എന്തായാലും പുടിന് വേണമെങ്കിൽ അടിച്ച് ആദ്യമേ കേരളകത്ത് എന്ന് പറയാമായിരുന്നു. പക്ഷേ പുടിനെ സംബന്ധിച്ച് യുക്രൈനിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് അവിടെയുള്ളവർ ഈ റഷ്യൻ്റെ ആൾക്കാർ തന്നെ, അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ, ആൾനാശം സംഭവിക്കാത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ യുക്രൈനെ സംബന്ധിച്ച് യുക്രൈനെ പിരിമൂപ്പിച്ച് എല്ലാവരും കൂടെ യുദ്ധത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അവർക്ക് അടിച്ച് നമുക്ക് പറയാം, എനിക്ക് ചങ്കൂറ്റം ഉണ്ടടാ എന്ന് പറയാം ഒരാളോ നോക്കിയിട്ട്. അല്ല, ഈ ഉക്രൈനെ സംബന്ധിച്ച് ഉക്രൈൻ ഈ വേറെ രാഷ്ട്രങ്ങളുണ്ട്, ഫ്രാൻസ് ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെ പല രാഷ്ട്രങ്ങളും ഉക്രൈനെ ഇതുകൊണ്ട് അതിലേക്കാണ് ഞാനും വരുന്നത്. അപ്പോ യുക്രൈന് വേണമെങ്കിൽ നമുക്ക് നെഞ്ച് വിരിച്ച് ഞാൻ നിന്നു എന്നൊക്കെ പറയാം. പക്ഷെ അവസാനം പടമായിട്ട് മുകളിലിരിക്കുമ്പോ വലിയ ചേലൊന്നും ഉണ്ടാവൂല, ചെങ്കിരി പോലെ ചെന്ന് കയറി വാങ്ങിക്കുന്ന പോലെ ഇരിക്കും റഷ്യയുടെ കാര്യം പറയുമ്പോ. അപ്പൊ ഈ പറയുന്ന ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ തന്നെയാണ് ഈ യുക്രൈനെ പിരിമൂപ്പിച്ചിട്ട് വിടുന്നത്. അമേരിക്കയും ഒക്കെ, അമേരിക്കയ്ക്ക് അവിടെയാണല്ലോ, അമേരിക്ക അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടാണ്ട് നടുക്ക് നിന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുക്കും. ഇവന്മാർ തമ്മിൽ അടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു സന്തോഷം, അമേരിക്കയുടെ ലാഭം അമേരിക്ക കൊയ്യുകയും ചെയ്യും. അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റഷ്യയുമായിട്ട് ഇപ്പോൾ പോകുന്നത് ചേട്ടൻ പറഞ്ഞ ഈ ബ്രിട്ടൻ നേരിട്ടൊരു യുദ്ധത്തിന് പോയിട്ട് എന്താ പറയുക, നമ്മൾ പറയാം പടമായി വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിലൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ജർമ്മനിയൊക്കെ യുദ്ധം എന്തെന്ന് കണ്ടിട്ട് തന്നെ വർഷങ്ങളായെന്നാ പറയുന്നത്. കാര്യം ഇവരെ സംബന്ധിച്ച് ഇവർ എടുത്തിട്ട് പട്ടാളക്കാർ ഈ മിസൈൽ അയച്ചു അവർക്ക് കയ്യിൽ തഴമ്പോ നിൽക്കുക. ഇതിപ്പോ വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മതി, റഷ്യയിൽ നിന്നുള്ളതൊക്കെ അങ്ങ് പൊക്കോളും എന്നുള്ളതാണ്. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചാലും പോകും. കാരണം അവര് 1.5 വർഷത്തിൽ കൂടുതലായിട്ട് അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജർമ്മനി തലേ കൈവച്ച് പറയും, ഞങ്ങൾ യുദ്ധം കേട്ടിട്ട് തന്നെ സമാധാനം പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാപരമാണ്. ബ്രിട്ടനെയൊക്കെ സംബന്ധിച്ച് അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് സെലൻസ്കിക്ക് ഉണ്ടെങ്കിലും സെലൻസ്കി നമ്മൾ ചതുപ്പിപ്പെട്ട് ഇനി എങ്ങനെ ഉയർത്ത് പോരും, ആര് എന്നെ വലിച്ചു കയറ്റുമെന്നുള്ളതാണ് സെലൻസ്കി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വീണ്ടും സെലൻസ്കിക്ക് ഇടക്ക് പിരിമൂപ്പിക്കൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഡ്രോൺ വെച്ചിട്ടുള്ള ആക്രമണവും ഒക്കെ അടിച്ചോന്ന് വെച്ചാൽ ഞാൻ അവരെ ഒരിക്കലെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോയി. റഷ്യയുടെ GPS വരെ കേടാക്കിയ രീതിയിലുള്ള ആക്രമണം പോയത് അതുകൊണ്ട് തന്നെ തിരിച്ചടിയുണ്ടാവും. അതിൽ ചാരപ്പണിയാണ് യുക്രൈനെ നമ്മൾ പറയില്ലേ ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലെ റഷ്യക്ക് എതിരെ ഈ എന്താ പറയാ പടയൊരുക്കം നടത്തുന്നത് റഷ്യക്ക് അറിയാം. യുക്രൈൻ അല്ല ഇതിന് പിന്നിൽ മറ്റ് ശക്തികളാണ്. അപ്പോൾ ആ ശക്തികൾക്ക് നേരെ പുടിൻ
കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ശവോടക്ക് നടക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തന്നെയാണ് ആയുധങ്ങളും പണവും ഒക്കെ നൽകിക്കൊണ്ട് ഈ പറയുന്ന യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരൊരു യുദ്ധം നയിക്കാണ്. അവരുടെ ഒരു പ്രോക്സിയെ പോലെ കണ്ടുകൊണ്ട് ഇവർ യുദ്ധം നയിക്കാണ്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ജർമ്മനിക്കും ബ്രിട്ടനും പുടിൻ. കൃത്യമായി ഇനി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അടിക്കും. അതെ, അവിടം വരെ ചെന്ന് വീഴാനുള്ള മിസൈൽ എന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ്. അതിൽ ഈ പറയുന്ന റഷ്യയായിട്ട് സംഘർഷത്തിനൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് സൈനികമായിട്ടും വ്യാവസായികമായിട്ടും ഒക്കെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് കോടിക്കണക്കിന് പൗണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഒരുങ്ങുകയാണ്. കോടിക്കണക്കിന് പൗണ്ട്. അപ്പൊ അതെല്ലാം പറയുന്നത് ഈ പറയുന്ന പ്രതിരോധ സെക്രട്ടറി, അവരുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹീലി തന്നെയാണ്. അപ്പൊ ഇവർക്ക് അടിക്കണം, ഇതുവഴി അടിക്കാം, നേരിട്ടടിക്കുകയില്ല എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയോട് നേരിട്ടടിക്കാൻ കഴിയില്ല. അത് കഴിയില്ല എന്നുള്ളതല്ല. ഇപ്പൊ സെലൻസ്കി ചെയ്തത് എന്ന് പറഞ്ഞാൽ നേരിട്ടടിക്കുന്നത് ഇവര് വഴിയാണെങ്കിൽ നേരിട്ട് അടിക്കണം. ഇത് ഭീകരവാദികളെ വെച്ചിട്ട് അടിക്കണേ. അപ്പൊ നേരിട്ടടിക്കാനും ഒരു സത്യത്തിൽ ഒരു കൊമേഡിയൻ ആയിരുന്നു ഈ സെലൻസ്കി എന്ന് പറയുന്ന പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിന്റെ തനിയാവർത്തനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാറുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ തിങ്കളാഴ്ച സർക്കാരിന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്ന മുന്നോടിയായിട്ടാണ് ഈ പ്രതിരോധ വക്താവിന്റെ സെക്രട്ടറിയുടെ ഈ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത്രയും കോടി പൗണ്ട് സമാഹരിക്കുകയാണ്. അത് എന്താ അപ്പോൾ അതെന്താ അർത്ഥമാക്കുന്നത്? പുടിൻ അടിക്കും. പുടിന് മനസ്സിലായിട്ടുണ്ട് ഇതിന് പിന്നിൽ ഞങ്ങളാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ആ മുന്നറിയിപ്പ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഇപ്പോൾ ഈ ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂചന വരുമ്പോൾ അതിന്റെ ഇരട്ടി കാര്യങ്ങൾ ഒരുപക്ഷെ അവിടെ നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വേൾഡ് വാർത്തയായതുകൊണ്ട് നമ്മളിലേക്ക് എത്താൻ ഒരുപക്ഷെ ഒരു ദിവസം താമസിച്ചിട്ടുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ 6 പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 1.5 ബില്യൺ പൗണ്ട്, അതായത് $2 ബില്യൺ അനുവദിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 വർഷത്തും കൊണ്ട് സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രിട്ടൻ ഏകദേശം 6 ബില്യൺ പൗണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പൊ ഇവരിതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മെല്ലെ മെല്ലെ നിർത്തിയിട്ട് അവസാനം കയറി അടിക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു ലക്ഷ്യം. ഫ്രാൻസുമായിട്ട് സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആ മിസൈല് റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഉപയോഗിച്ചെങ്കിൽ അവർ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റും ഇത് ഏതാണെന്ന്. ഈ ചൈനീസ് മിസൈൽ ഒന്ന് ഇവിടെ വീണപ്പോ ഇന്ത്യ കൃത്യമായിട്ട് വായിച്ചെടുത്ത് ഇത് ഏത് വഴി എങ്ങനെ വന്നു എന്നുള്ളത്. അതെ. അപ്പോ യുക്രൈനിനുള്ള പാശ്ചാത്യ പിന്തുണ ഈ പറയുന്ന ആയുധ ഉൽപാദനത്തിലുള്ള ഈ ഗുരുതരമായിട്ടുള്ള ബലഹീനതകളുണ്ട് അവരെ. അപ്പൊ അതൊക്കെ തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നുള്ളതും ആയുധശേഖരം അവർക്ക് കുറവാണ് എന്നുള്ളതുമൊക്കെ ബ്രിട്ടീഷ് സൈനിക മേധാവിയൊക്കെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. യുക്രൈന്റെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാള് ബ്രിട്ടനാണ്. ആ ബ്രിട്ടൻ യുക്രൈന് ഏകദേശം 15.16 ബില്യൺ സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് റഷ്യയോട് അടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും ബില്യണാണ് നൽകിയിട്ടുള്ളത്. അതിൽ 2 ഭാഗത്തിലധികവും സൈനിക പിന്തുണയുമാണ്. അതെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും യുക്രൈനിൽ പാശ്ചാത്യ സൈന്യത്തെ വിന്യസിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന എല്ലാ റിപ്പോർട്ടും വെച്ച് നോക്കി നമുക്ക് അറിയില്ലേ പുടിൻ തിരിച്ചടിക്കും, ജർമ്മനി ഇതിന് പിന്നിലുണ്ട്. ഈ ജർമ്മനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം തന്നെ ഈ ബ്രിട്ടനെ പോലെ തന്നെ നനഞ്ഞിടം കുഴിക്കാൻ ഇറങ്ങിയ ഒരു രാജ്യമാണ് ജർമ്മനി. അവിടെ അതെ. പക്ഷെ എന്നിട്ടും ചൊറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, നാറ്റോ
അവരൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്, ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, ഞങ്ങളുടെ മേധാവിത്വം എന്നുള്ളതൊക്കെ വിളിച്ചു പറയാനാണ് ഈ ഒരു കൂട്ടം ഈ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരോട് കളിക്കുന്നു എന്നനുസരിച്ചിരിക്കണം, ആരോടാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞു വെച്ചിട്ട് വേണം അവനെതിരെ കളിക്കാൻ എന്ന് പറയുമല്ലോ. അതല്ലാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ പടക്കമാണ് ആരായാലും, നല്ല കൊട്ട് കിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ റഷ്യൻ ആക്രമണങ്ങളിലൊക്കെ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനായിട്ട് യുക്രൈന് ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ പ്രദേശത്തേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതെല്ലാം ചേർന്ന് പറയുന്നത് റഷ്യ ബ്രിട്ടനും ജർമ്മനിക്കും ഒരേ സമയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇനി നീയൊക്കെ വിളച്ചിലെടുത്താൽ, ചൊറിഞ്ഞാൽ നിന്നെയൊക്കെ ഒറ്റയടിക്ക് ഒന്നടങ്കം തീർത്തടക്കും എന്നുള്ളത് തന്നെയാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത്. കപ്പാസിറ്റി ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.